कभी न जाओ छोड़ कर के दिल अभी भरा नहीं, अभी न जाओ छोड़ कर के दिल अभी भरा नहीं, अभी अभी तो आई हो, अभी अभी तो, अभी अभी तो आई हो बहार. ഇന്ന് നേരത്തെയാണല്ലോ. എന്താണ് പാട്ടൊക്കെ? അതൊരു ഹിന്ദി പാട്ടാ, കേട്ടോകെ. കേട്ടിട്ടുണ്ടാവും. अभी न जाओ छोड़ के दिल. മുഹമ്മദ് റാഫി, ആശ ഭോൺസ്ലെ 60s റെട്രോ വൈബാണല്ലോ. നല്ല ഭംഗിയില്ലേ എന്റെ വരികളും മ്യൂസിക്കും പാടിയിരിക്കുന്നത്. പിന്നെ സാഹിർ ലുധിയാനവി കേട്ടിട്ടുണ്ടോ? ഇല്ല. സാഹിർ ലുധിയാനവി അത് എഴുതിയത്. അങ്ങനെ ഒരു വേറൊരു ലെജൻഡറി പാട്ടുണ്ട്, അതാണ് എന്തായാലും കേട്ടിട്ടുണ്ടാവും. കഭി കഭി സാധാരണ പാട്ടുകാരാണല്ലോ ഓർത്തിരിക്കുക. ഇതിപ്പം ഇത്രയും പഴയ പാട്ട് ഒരു എഴുത്തുകാരനെ ഓർത്തിരിക്കാന്ന് വെച്ചാൽ അതിനൊരു കഥയുണ്ട്. സാഹിർ ലുധിയാനവിയെ കുറിച്ച് ഞാൻ കേട്ടു തുടങ്ങിയത് അമൃത പ്രീതം എന്ന് പറഞ്ഞൊരു പഞ്ചാബി കവിയുണ്ട്. പുള്ളിക്കാരിയെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് സാഹിർ ലുധിയാനവി കയറി വന്നത്. പുള്ളിക്കാരി പണ്ട് പാകിസ്ഥാൻ, ഇപ്പോഴത്തെ പാകിസ്ഥാനില ജനിച്ചതൊക്കെ, ജനിച്ചൊരു കുറച്ച് നാളിൽ ഭയങ്കരമായിട്ട് വായിക്കുന്നൊക്കെ ഒരാളായിരുന്നു. കുഴപ്പമില്ലല്ലോ. അപ്പോൾ പക്ഷേ 16-ാമത്തെ വയസ്സിൽ യുഷ്വൽ അന്നത്തെ രീതിക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. ആ സമയത്ത് തന്നെയാണ്, ഏകദേശം കല്യാണത്തിന്റെ സമയത്ത് തന്നെ പുള്ളിക്കാരി ആദ്യത്തെ പുസ്തകമൊക്കെ പ്രസിദ്ധീകരിക്കുന്നത്. അന്ന് സാഹിർ ലുധിയാനവി എന്നത് അവിടുത്തെ അറിയപ്പെടുന്ന ഒരു ഉറുദു കവിയായിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് അദ്ദേഹത്തിന് അറിയാം. ഒരു മുഷായറ ഉണ്ട്, മുഷായറയ്ക്ക് പോയപ്പോഴാണ് അവരാദ്യമായിട്ട്. മുഷായറ എന്ന് പറഞ്ഞ ഈ ഉറുദു കവികളുടെ ഒരു കവി സമ്മേളനം, നമ്മളിവിടുത്തെ ഒരു കവി അരങ്ങ് എന്നൊക്കെ പറയും. അപ്പൊ അതിന് പോയപ്പോഴും ആദ്യമായിട്ട് സാഹിറിനെ കാണുന്നത്. അപ്പൊ അന്ന് ആദ്യമേ കാണുമ്പോൾ ആരാധനയുണ്ട്. പക്ഷെ അപ്പൊ തന്നെ ഈ ആദ്യ കാഴ്ചയിൽ തന്നെ പുള്ളിക്കാരി പ്രണയത്തിലായി. പക്ഷെ പുള്ളിക്ക് അങ്ങനെയൊന്നുമില്ല, സാഹിറിന് അങ്ങനെയൊന്നുമില്ല. അമൃതയ്ക്ക് ഭയങ്കരമായിട്ടുള്ള പ്രേമം. അങ്ങനെ ഒരു നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം 1947 ആ സമയത്തൊക്കെ ഒരു ഡൽഹിയിലേക്ക് താമസം മാറുക. ആ സമയത്ത് തന്നെ ഈ സാഹിർ ഡൽഹിയിലും ലാഹോറിലൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവര് വല്ലപ്പോഴൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ അമൃത സാഹിറിനെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അവരുടെ കുട്ടികളുണ്ട്. അപ്പൊ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചകളൊക്കെ നടക്കുന്നത് ആ വീട്ടിൽ വെച്ചാൽ. പക്ഷെ അപ്പോഴും സാഹിർ ഇതൊരു റിലേഷനിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇതൊരു കല്യാണം കഴിക്കാനോ അങ്ങനെയൊന്നും സാഹിർ തയ്യാറായിരുന്നില്ല. അപ്പൊ നടക്കുന്ന വേറൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ട്. സാഹിർ ഒരു ചെയിൻ സ്മോക്കറാണ്. ഞങ്ങളിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും. ഇവര് തമ്മിൽ കാഴ്ചയിലൊക്കെ അതൊന്ന് നന്നായി വലിക്കും. പക്ഷെ വലിക്കുന്ന ഒരു സിഗരറ്റ് വലിച്ച് പകുതി ആവുമ്പോ സാഹിർ കിടത്തും. കിടത്തിട്ട് അടുത്തത് വലിക്കും. ഈ കുട്ടികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത് ആക്ച്വലി അമൃതയ്ക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് പോലെ ആയിരുന്നു സാഹിർ ചെയ്തോണ്ട്. അതിലൊരു പ്രത്യേകത എന്താ പറയുക, സാഹിർ പോയി കഴിയുമ്പോൾ അമൃത ഈ സിഗരറ്റിന്റെ കുട്ടികളൊക്കെ കുട്ടിയെടുത്ത് വയ്ക്കും. അപ്പോൾ സാഹിറിന് ഓർമ്മ വരും. അങ്ങനെ ഈ സിഗരറ്റ് കുട്ടിയോടുള്ള ഒരു അഫിനിറ്റി കൂടി 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 ഇവരും വലിയ തുടങ്ങി. അമൃതയും വലിച്ച് വലിച്ച് അവസാനം ചെയിൻ സ്മോക്കറായി മാറി. ഈ വലിക്കുമ്പോൾ കാണുന്ന പുകയിലൊക്കെ സാഹിറിന്റെ മുഖം കാണുമായിരുന്നു എന്നൊക്കെയാണ് പുള്ളിക്കാരി എഴുതിയിരുന്നത്. ക്രിഞ്ച് പരിപാടിയാണ്, പക്ഷെ അങ്ങനെ ആയിരുന്നു അവരുടെ ലൈഫ്. പക്ഷെ ഈ പരിപാടി അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല കേട്ടോ. താൻ വലിക്കുന്നതിന് കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെ വലിച്ച് വലിച്ച് അവർ തമ്മിൽ കാണുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഇതിനിടയ്ക്ക് ഈ അമൃത ഡിവോഴ്സായി. പക്ഷെ സാഹിർ ജീവിതത്തിലേക്ക് വരാൻ കൂട്ടാക്കുന്നുമില്ല. സാഹിർ ഇവർ സ്ഥിരമായി കാണുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു അകലം പാലിച്ച് നിൽക്കുക തന്നെയാണ്. ആ സമയത്താണ് ശരിക്കുള്ള നായകന്റെ എൻട്രി സിനിമയിലേക്ക് കാണുന്നത്. അമൃത പുസ്തകം എഴുതുമല്ലോ, അപ്പൊ അതിന്റെ കവർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിത്രകാരൻ ഇമ്രോസ് എന്ന് പറയും. സാഹിറിനെ കണ്ടപ്പോൾ അമൃതയ്ക്ക് എന്താണ് തോന്നിയത്,
അതേ സാധനം ഇമ്രോസിന് അമൃതയോട് തോന്നുക, ഒരു വൺ സൈഡ് ലവ്. ഇമ്രോസിന് അമൃതയെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി, ഇത് അമൃതയോട് പറയുന്നുണ്ട്. പക്ഷെ അമൃതയ്ക്ക് ഇമ്രോസിനെ അങ്ങനെ കാണാൻ താല്പര്യം ഉണ്ടാവില്ല. അമൃത ഓൾറെഡി സാഹിറുമായിട്ട് ഭയങ്കര ഇഷ്ടത്തിലാണ്, മനസ്സ് ഫുള്ള് സാഹിറിലാണ്. ഒരിക്കലും സ്വന്തമാവില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ അമൃത ഇമ്രോസിനെ കൂടെ താമസിക്കാൻ ക്ഷണിക്കുകയാണ്. ഇമ്രോസിന്റെ ഇഷ്ടം വെച്ചുകൊണ്ട് ഇവരെ ഒരുമിച്ച് താമസിക്കാൻ ക്ഷണിക്കുന്നു. ഒരു വീട്ടിൽ താമസിച്ചോളാം. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു ലിവ് ഇൻ റിലേഷൻ എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഒരു താമസിച്ചോളാം. എത്ര നാൾ താമസിച്ചെന്നറിയോ? 1-2 കൊല്ലമല്ല, 40 വർഷം. 40 വർഷമോ? 40 വർഷം ഒരേ വീട്ടില് 2 മുറിയിൽ താമസിച്ചു. അപ്പൊ ഈ കുട്ടികൾ അമൃത ബീഗത്തിന്റെ അമൃത കുട്ടികളെയൊക്കെ ഇയാള് സ്വന്തം മക്കളെ പോലെ തന്നെ വളർത്തി. ഞാൻ പറഞ്ഞില്ല, ഇയാൾക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളോ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഇവരെ സ്നേഹിക്കണം, അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ല, അതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലുള്ള കെട്ടുപാടുകളും ഇല്ല. രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം, ചിലപ്പോൾ മിണ്ടാതിരിക്കാം. മൗനം ഇത്രത്തോളം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ റിലേഷനിൽ വർക്കായിട്ടൊന്നും തോന്നിയിട്ടുണ്ട്. ഇവരൊരുമിച്ചുള്ള സമയത്ത് ഒരു ബസ്സിലും, പഴയ ദില്ലിയാണ്, ബസ്സിലും സ്കൂട്ടറിലും ഒക്കെ ആയിരിക്കും അവർ സഞ്ചരിക്കുമ്പോൾ ഈ അമൃത ഇമ്രോസിന്റെ ബാക്കില് കുത്തിക്കുറിക്കും. എന്താ എഴുതുന്നതെന്ന് ഇമ്രോസിന് അറിയില്ല. പിന്നീടാണ് ഇമ്രോസ് മനസ്സിലാക്കുന്നത് സാഹിർ എന്നാണ് എഴുതിയിരുന്നത്. സാഹിറിനോടുള്ള പ്രണയം അമൃതയ്ക്ക് അങ്ങനെ തന്നെ ഉണ്ട്, ഇപ്പോഴും മറന്നിട്ടില്ല. ഇതൊന്നും ഇമ്രോസിനെ ബാധിക്കുന്നേ ഇല്ല. സാഹിറിന്റെ പേരാണ് എഴുതുന്നതെന്നും ഇമ്രോസിനെ ബാധിക്കുന്നേ ഇല്ല. ഇമ്രോസിന് അതുമല്ല, അമൃതയെക്കാളും ഒരു 7 വയസ്സിന്റെ എളുപ്പം ഉണ്ടായിരുന്നു. മേബി അതൊരു കാര്യമായിരുന്നിരിക്കാം. പക്ഷെ അതിനേക്കാളും അപ്പുറത്ത് സാഹിറുമായിട്ടുള്ള ഇഷ്ടം അപ്പോഴും അമൃത അങ്ങനെ സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ്. അവസാന കാലത്ത് 2004 തോന്നുന്നു ഇവരുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ അന്ന് വരെ കൊടുക്കാതിരുന്ന സ്നേഹം കൊടുത്തു എന്നുള്ള പോലെ നമുക്കിപ്പോ തോന്നുന്നത്. ആ പുസ്തകം സമർപ്പിച്ചിരിക്കുന്നത് ഇമ്രോസിന്റെ പേരിലാണ്. മേത്തേനോ ഫിർ മിലാംഗി എന്നുവെച്ചാ ഞാൻ നിങ്ങളെ വീണ്ടും കാണും. मैं तेनू फिर मिलांगी। किथे, किस तरह पता नहीं। शायद तेरे तखेल दी चिंगारी बन के तेरे कैनवास ते उतरांगी, जा खोरे तेरे कैनवास दे उत्ते एक रहस्यमय लकीर बन के खामोश तेनू तकती रवांगी। मैं तेनू फिर मिलांगी। किथे, किस तरह पता नहीं।